അതുപോലെ തന്നെ സംഗീത ഈ രണ്ടുപേർക്കെതിരെയാണ് കുടുംബം ഉൾപ്പെടെ പ്രധാനമായ ആരോപണം ഉന്നയിക്കുന്നത്. അവരെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു യുവജന കമ്മീഷൻ മൊഴി രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ എന്താണ് അവരെ? ഇല്ല, ഞങ്ങൾ ആ രണ്ട് അധ്യാപകരെയും നിലവിൽ സമീപിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഈ ഡെന്റൽ അനാട്ടമിയിലെ മറ്റ് അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകർ മൊഴി രേഖപ്പെടുത്താനുണ്ട്. കാരണം ഇതിനകത്തൊരു പ്രശ്നം കുട്ടികൾ തന്നെ പറയുന്നൊരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ അധ്യാപകരും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷ പോലെ ലഭിച്ചു എന്ന് വരില്ല. പക്ഷെ ഞങ്ങൾ അതുകൊണ്ടാണ് സീനിയർ വിദ്യാർത്ഥികളെ തന്നെ കണ്ടത്. സീനിയർ വിദ്യാർത്ഥികളാണ്, അവർ കുറച്ചുകൂടി സ്വതന്ത്രമായി പറയുന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ വേറെ അധ്യാപകർക്കെതിരെ ഞങ്ങൾക്ക് ലഭിച്ച ചില പരാതിയാണ്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു അധ്യാപകൻ ഇപ്പോൾ കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരു പുസ്തകം എഴുതി കൊടുക്കും. ഒരു 5000 രൂപയുടെ പുസ്തകമായിരിക്കും. ആ പുസ്തകം വാങ്ങി ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി കൊടുക്കണം. അപ്പോൾ 15,000 രൂപയുടെ പുസ്തകമായിരിക്കും. അതിനകത്ത് റെസീറ്റൊന്നുമില്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ പ്രതിനിധി ഉണ്ടാവില്ല, നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്, ക്ലാസ് ലീഡർ. ആ ക്ലാസ് ലീഡറുടെ ഗൂഗിൾ പേ ചെയ്യണം. അപ്പോൾ തെളിവില്ലല്ലോ. ക്ലാസ് ലീഡർക്ക് ഗൂഗിൾ പേ ചെയ്യുക, അവർ ആ ബുക്ക് വാങ്ങി കൊടുക്കുക. ഇതൊക്കെ ഇവിടെ കണ്ടുവരുന്ന രീതി, പ്രാകൃതമായ രീതി ഞങ്ങൾ കേൾക്കാറുണ്ട്. കർണാടകയിലും മറ്റ് സ്റ്റേറ്റിലൊക്കെ കേൾക്കുന്ന രീതിയാണ്. അത് പൊതുവെ കേരളത്തിൽ ഇത്തരം രീതി കേട്ടുകേൾവില്ലാത്തതാണ്. അപ്പോൾ കുട്ടികളെ അവരുടെ സാമ്പത്തികമായി പോലും അവരുടെ മനസ്സിലാക്കി പീഡിപ്പിക്കുന്ന രീതി ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിയാണ്. തുടർ നടപടി ഇനിയിപ്പോൾ 16-ാം തീയതി, ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ വീട്ടിലാണുള്ളത്. അപ്പോൾ വീട്ടിൽ പോയി കാണാവുന്ന പരിമിതി ഇപ്പം ഉണ്ട്. നാളെ അപ്പോൾ 16-ാം തീയതി കോളേജിലേക്ക് കുട്ടികൾ തിരിച്ചു വരും. അപ്പോൾ യുവജന കമ്മീഷൻ ഒന്നുകൂടി വന്ന് ഫസ്റ്റ് ഇയർ ബാച്ചിനെ പൂർണ്ണമായി കണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ആവശ്യമായ അധ്യാപകരെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. ഗൗരവമുള്ള വിഷയങ്ങളാണ് എന്ന് മൊഴി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി അങ്ങനെയുള്ള ഗൗരവമുള്ള വിഷയങ്ങൾ കണ്ടാൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ യുവജന കമ്മീഷന് കഴിയും? അല്ല, പോലീസ് അന്വേഷണം വളരെ ഗൗരവമായി തന്നെ നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിനകത്ത് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ യുവജന കമ്മീഷൻ നിലക്ക് നിലവിൽ ഇതൊരു പഠന വിഷയം. കാരണം മുമ്പ് നെഹ്റു കോളേജിൽ വിഷയം നടന്നപ്പോഴായിരുന്നു സംസ്ഥാനത്ത് ഈ വിഷയത്തെ കുറച്ച് ഗൗരവമായി കണ്ടത്. അപ്പോൾ യുവജന കമ്മീഷൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിൻ്റെ ഭാഗം തുടർച്ചയായി തന്നെ സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളിൽ ഉൾപ്പെടെ യുവജന കമ്മീഷൻ്റെ സിറ്റിംഗ് ഉണ്ടാവും. അതിനകത്ത് വിദ്യാർത്ഥികൾ പലപ്പോഴും ഞങ്ങൾ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, ഇവിടെ തന്നെ ഇവർക്ക് അറിയില്ല ഞങ്ങളെ സമീപിക്കാമെന്നുള്ളത്. അവരിപ്പോൾ ഞങ്ങളോടെല്ലാവരും ഞങ്ങളെ മെയിൽ ഐ ഡി വാങ്ങിച്ച്, ഞങ്ങളെ ഫോൺ നമ്പർ വാങ്ങിച്ച്, അപ്പോൾ ഒരുപാട് കാര്യങ്ങളും പരാതികളും പറയാനിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് അറിയുന്നില്ല. അപ്പോൾ യുവജന കമ്മീഷൻ പ്രധാന കോളേജുകളിൽ ചില കോളേജുകളെ തീരുമാനിച്ച് അത്തരം ക്യാമ്പസ് സിറ്റിംഗ് നടത്തി ഇത് സമാനമായ വിഷയം ഒരു കോളേജിലും ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകും. അതോടൊപ്പം തന്നെ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും കൊടുക്കുന്നതായിരിക്കും. പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ മൊഴി രേഖപ്പെടുത്തി ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി എന്നെ കണ്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നാളെ അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കും. കാരണം അന്ന് ഉച്ച സമയത്ത് ഈ കുട്ടിയെ ഈ ക്യാമ്പസിലേക്ക് വിളിച്ചിരുന്നു, ഇവിടത്തേക്ക് സ്റ്റാഫ് റൂമിലേക്ക് ഇവിടത്തേക്ക് വിളിച്ചിരുന്നു എന്നും രണ്ട് കുട്ടികൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പം വിളിച്ചിരുന്നു എന്നും അതിനുശേഷം ആണ് കുട്ടി ഇവിടെ ഫോൺ വെച്ച് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയതെന്ന് ഇപ്പോൾ രണ്ട് വിദ്യാർത്ഥികളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മൊഴി കൂടി പിന്നീട് ഞങ്ങൾ രേഖപ്പെടുത്തുന്നതായിരിക്കും. ലോണാപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മൊഴികൾ കിട്ടിയിരുന്നോ? ഇതൊന്നും ഞങ്ങൾ അങ്ങനെ പരിശോധിക്കണം. അതൊന്നും അങ്ങനെ ആത്മഹത്യ സംബന്ധിച്ച് കാരണം അറിയില്ല. കാരണം 10-15,000 രൂപ ഒരു ആത്മഹത്യ കാരണമാണെന്ന് അറിയില്ല. അതൊക്കെ പിന്നീട് പറയേണ്ട കാര്യങ്ങളാണ്. അതിൽ വേറെ വിവരങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾക്കില്ല. അത് ഈ സംഭവത്തിന് ശേഷം ഇവിടെ അതിന് മുന്നേ വേറെ കാരണം ഈ സംഭവത്തിന് ശേഷം ഒരു കോണിൽ നിന്നും ഒരു ഇതാണ് കാരണമെന്നൊരു സാധനങ്ങൾ പ്രചരിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും പിന്നീട് പ്രചരണം ഉണ്ടാവുക. അപ്പോൾ അത് ഉറപ്പിക്കാനും കഴിയില്ല, അത് തള്ളാനും കഴിയില്ല. അപ്പോൾ അതിനിപ്പം കമ്മീഷൻ തയ്യാറാകുന്നില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു സംഭവം ഇതാണെന്ന് ഒരു പ്രചരണം വന്നു കഴിഞ്ഞാൽ അതായിരിക്കും അത് അന്വേഷണത്തിൽ മാത്രമേ അത് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ കമ്മീഷൻ സംബന്ധിച്ച് അത് ഉറപ്പിക്കാനും പറ്റില്ല, അത് തള്ളാനും കഴിയുന്നില്ല. പക്ഷേ ഞാൻ ചോദിച്ചു, പ്രിൻസിപ്പൾ ചോദിച്ചു, 10-15,000 രൂപയ്ക്ക് വേണ്ടി ഒരാൾ സൂസൈഡ് ചെയ്യോ? അപ്പോൾ അത് പ്രിൻസിപ്പൾ ആ കാര്യമാണോ പറയുന്നത്? പ്രിൻസിപ്പൾ ഒരു 6 പേര് ഒരു പഠനത്തിന് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും. പ്രിൻസിപ്പളുമായി പേഴ്സൺ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ മാത്രം അത് സ്വാഭാവികമായും കോളേജ് പ്രിൻസിപ്പൾ നമ്മൾ ഇതിനപ്പുറം മറ്റൊരു സംഭവം പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. ഞങ്ങൾ